കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യൻ വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ഏലയ്ക്ക. ബാങ്കോക്കിൽ റബ്ബർ വില 20,000-ന് അടുത്തെത്തി. ബക്രീദ് ആഘോഷങ്ങൾ കഴിഞ്ഞതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ നിന്നും അല്പം പിൻവലിഞ്ഞെങ്കിലും വൈകാതെ അവർ രംഗത്ത് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കയറ്റുമതിക്കാർ. മുഹറം അടുത്തതിനാൽ അറബ് നാടുകൾ പതിവ് പോലെ തിരക്കിട്ടുള്ള കച്ചവടങ്ങൾക്ക് തയ്യാറായാൽ വില മെച്ചപ്പെടാം. വൈകാതെ പുതിയ ഏലക്കയുടെ വിളവെടുപ്പിന് തുടക്കം കുറിക്കും. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ 2,411 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 2,924 രൂപയിലും കൈമാറി. മൊത്തം വിൽപ്പന 30,601 കിലോ. രാജ്യാന്തര കാപ്പി വില ഇടിഞ്ഞത് ദക്ഷിണേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകളെയും കർഷകരെയും ആശങ്കയിലാഴ്ത്തി. കൈവശമുള്ള കാപ്പി വിറ്റുമാറാനോ അതോ ഉയർന്ന വില കിട്ടാനായി സൂക്ഷിച്ചു വെക്കണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. ജനുവരിയിൽ കിലോ 500 രൂപ വരെ കയറിയ റോബസ്റ്റ കാപ്പി നിലവിൽ 350-ലേക്ക് താഴ്ന്നു. ബ്രസീലിൽ വിളവെടുപ്പ് പുരോഗമിച്ചതിനിടയിൽ പുതിയ ചരക്ക് ലഭ്യത ഉയർന്നു. ഇതിനിടയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കാപ്പി കയറ്റുമതി കഴിഞ്ഞ മാസം 51% വർദ്ധിച്ച് 1.48 ലക്ഷം ടണ്ണിലെത്തിയെന്ന വിവരവും വിലയെ ബാധിച്ചു. ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നു. ക്വിൻ്റലിന് 200 രൂപ വർദ്ധിച്ച് 19,800 രൂപയായതോടെ വിവിധ ഇറക്കുമതി രാജ്യങ്ങൾ വിപണിയുടെ ചലനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ 19,600 രൂപയിൽ സ്റ്റഡിയാണ്. അടുത്ത വാരത്തോടെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന വിലയിരുത്തലുകളുണ്ട്. പരമാവധി വേഗത്തിൽ റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കുന്ന തിരക്കിലാണ് ഉൽപ്പാദകർ. ഇതിനിടയിൽ അമേരിക്ക ചൈന വ്യാപാര ചർച്ചകൾ പുരോഗമിച്ചത് ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ അവധി വിലകളിൽ ഉണർവുളവാക്കി. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത്. നാളികേരോൽപ്പന്നങ്ങൾ വീണ്ടും മുന്നേറി. അയൽ സംസ്ഥാനത്തെ മില്ലുകാർ പരസ്പരം മത്സരിച്ച് വെളിച്ചെണ്ണ വില നിത്യേന ഉയർത്തുകയാണ്. കാങ്കയത്ത് വെളിച്ചെണ്ണയ്ക്ക് 675 രൂപ വർദ്ധിച്ച് 33,975-ലേക്ക് കയറി. കൊച്ചിയിൽ എണ്ണ 31,400 രൂപയിൽ നിന്നും 31,700 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കോഴിമുട്ടയുടെ വില ഉയരുന്നു. 5 രൂപയുണ്ടായിരുന്ന മുട്ടയ്ക്ക് 6 രൂപ മുതൽ 7 രൂപ വരെയാണ് ഇപ്പോഴത്തെ വിപണി വില. കോഴിയിറച്ചിയുടെ വില വർദ്ധിച്ചു വരുന്നതിനിടെയാണ് മുട്ട വിലയും ഉയരുന്നത്. വരവ് വെള്ള മുട്ടയ്ക്ക് ചില്ലറ വില 6 രൂപ മുതൽ 7 രൂപ വരെയാണ്. നാടൻ കോഴിമുട്ടയ്ക്ക് 8 രൂപ മുതൽ 9 വരെയും താറാവ് മുട്ടയ്ക്ക് 12 രൂപ മുതൽ 13 രൂപ വരെയുമാണ്. കോഴി ഇറച്ചിയുടെ വില വർദ്ധിക്കാൻ ആരംഭിച്ചതോടെ ക്രമേണ മുട്ട വിലയും ഉയരുകയായിരുന്നു. ആഭ്യന്തര ഉൽപാദനം ഇടിഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നുള്ള മുട്ടയുടെ വരവ് കുറഞ്ഞതുമാണ് നിലവിലെ വിലവർദ്ധനവിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വരും ദിവസങ്ങളിലും ഈ വിലവർദ്ധനവ് തുടരുമെന്നും ഇവർ പറയുന്നു. തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് സാധാരണയായി കേരളത്തിലേക്ക് മുട്ട കൊണ്ടുവരാറുള്ളത്. മുട്ടയുടെ വരവ് കുറഞ്ഞതിന് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചതും വിലവർദ്ധനവിലേക്ക് നയിച്ചിട്ടുണ്ട്. കയറ്റുമതി വർദ്ധിച്ചതിനാൽ മുട്ട സുലഭമായി ലഭിക്കാനില്ലെന്നാണ് മൊത്ത വിൽപ്പനക്കാർ പറയുന്നത്. ചൂട് കാലാവസ്ഥയാണ് മുട്ട ഉൽപാദനം കുറയാൻ കാരണമെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കനത്ത വേനൽ മഴയും നേരത്തെ എത്തിയ കാലവർഷവും മലയോര മേഖലയിലെ റംബൂട്ടാൻ കർഷകരെ ദുരിതത്തിലാക്കി. നേരം തെറ്റിയെത്തിയ മഴയിൽ മൂപ്പെത്താത്ത കായ്കൾ കൊഴിഞ്ഞു വീഴുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കായ്കളുടെ വളർച്ചാഘട്ടത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കായ്പൊഴിച്ചിൽ. ശക്തമായ മഴ മണ്ണിന്റെ അമ്ലാക്ഷര നിലയിൽ കുറവുണ്ടാക്കുന്നത് വഴി ആവശ്യ മൂലകങ്ങൾ ആഗിരണം ചെയ്യുന്നുള്ള ശേഷി കുറഞ്ഞതാണ് കായ്പൊഴിച്ചിൽ ഉണ്ടാകുന്നത്. ഫെബ്രുവരിയിൽ പൂവിടുന്ന റംബൂട്ടാൻ ജൂൺ അവസാനത്തോളം വിളവെടുത്തു തുടങ്ങുന്നതാണ് പതിവ്. നല്ല രീതിയിൽ പരിപാലിക്കുന്ന 5 വർഷം പ്രായമായ ഒരു മരത്തിൽ നിന്ന് 20 മുതൽ 30 കിലോ വരെ പഴവും 12 വർഷം പ്രായമായ മരത്തിൽ നിന്ന് 200 കിലോ വരെ പഴവും ലഭിക്കുമെന്ന് കർഷകർ പറഞ്ഞു. വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മൂപ്പെത്താതെ വ്യാപകമായ തോട്ടങ്ങളിൽ അടർന്നു വീഴുകയാണ്. ഇതോടെ തോട്ടം ഒന്നിച്ച് കച്ചവടം നടത്തിയ കർഷകർ പ്രതിസന്ധിയിലായി. ഇത്തവണ മികച്ച കായ്ഫലമാണ് ഉണ്ടായിരുന്നെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ മൊത്ത കച്ചവടക്കാർക്ക് കിലോയ്ക്ക് 150 രൂപ നിരക്കിലാണ് പലരും തോട്ടം ഒന്നിച്ച് കച്ചവടം നടത്തിയത്. കരാറുണ്ടാക്കി പല കർഷകരും അഡ്വാൻസ് വാങ്ങുകയും ചെയ്തു. കായ്കൾ കൂട്ടത്തോടെ കൊഴിഞ്ഞതോടെ അഡ്വാൻസ് വാങ്ങിയ തുക തിരികെ കൊടുക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളം പൂർണ്ണമായും പക്ഷിപ്പനി മുക്തമായെന്ന് കേന്ദ്ര സർക്കാർ. ഇതോടെ പക്ഷി വളർത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി.
2024 ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി 38 പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 30 എണ്ണവും ആലപ്പുഴയിലാണ്. പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് തുടർച്ചയായി സാമ്പിളുകൾ ശേഖരിച്ചു നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനിക്കു കാരണമാകുന്ന വൈറസ് അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പായതോടെയാണ് കേന്ദ്രം വിജ്ഞാപനം പുറത്തിറക്കിയത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 2024 ഡിസംബർ 31 വരെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് സമീപത്ത് പക്ഷികളെ വളർത്തുന്നതും പൂർണ്ണമായി നിരോധിച്ചിരുന്നു. പിന്നീട് മാർച്ചിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഈ നിരോധനം നിയന്ത്രണങ്ങളോടെ പിൻവലിച്ചു. ഇതോടെ കർഷകർ താറാവിനെയും കോഴിയെയും വളർത്തി തുടങ്ങിയിരുന്നു. പക്ഷിപ്പനിയെ തുടർന്ന് അടച്ച സർക്കാർ ഹാച്ചറികളിൽ വീണ്ടും പക്ഷികളെ വളർത്തി തുടങ്ങാനുള്ള നിർദ്ദേശം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നൽകിയിരുന്നു. സർക്കാർ ഹാച്ചറികൾ സുരക്ഷിതമാക്കി വീണ്ടും പക്ഷി വളർത്തൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരം. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ, കരമടച്ച രസീത് എന്നിവയുമായി കൃഷിഭവനിലെത്തി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാവുന്നതാണ്. PM കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 193, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 880, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,900, കുരുമുളക് അൺഗാർബിൾ 66,900, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 31,700, കൊപ്ര 21,900, ചുക്ക് 22,500.